Hello dear students, welcome back to our classroom. അപ്പോൾ ഞാൻ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് നിങ്ങൾ തമ്പനെയിൽ കണ്ടതുപോലെ തന്നെ ഇന്ത്യയുടെ മാപ്പാണ് കേട്ടോ. പഴയ കാലത്തൊക്കെ ഞാൻ പഠിക്കുന്ന ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഷുവറായിട്ടും കിട്ടുന്ന 5 മാർക്കിൽ ഒന്നാണ് ഇന്ത്യയുടെ മാപ്പ്. കുറച്ചൊക്കെ വരയ്ക്കാൻ കഴിയുന്നവർക്ക് ഷുവറായിട്ടും ഈ 5 മാർക്ക് കിട്ടിയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ എക്സാം പേപ്പറിൽ ഓൾറെഡി ഈ മാപ്പിൻ്റെ പിക്ചർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പറഞ്ഞിട്ടുള്ള പ്ലേസുകൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനേ ഇതിൽ കാണിച്ചിട്ടുള്ള അളവുകളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അത് കറക്റ്റ് മെഷർമെൻ്റ് അല്ല, നിങ്ങൾക്ക് ഒരു ഏകദേശം വരയ്ക്കാനുള്ളൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റുകൾ മാത്രമാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് വരച്ചിട്ടുള്ളത് 15.5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈനാണ് കേട്ടോ. എന്നിട്ട് മുകളിൽ നിന്നും താഴേക്ക് 6 സെൻറ്റിമീറ്റർ പോയിൻ്റ് എടുത്തിട്ട് 13 സെൻറ്റിമീറ്ററിൻ്റെ ലൈനാണ് വരച്ചിട്ടുള്ളത്. ഫസ്റ്റിൽ നീളത്തിലുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് 3 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്കും 10 സെൻറ്റിമീറ്റർ റൈറ്റിലേക്കും ഇട്ടിട്ടാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അതിൻ്റെ താഴെയുള്ള ആ ലൈന് വരച്ചിട്ടുള്ളത് 5 സെൻറ്റിമീറ്റർ പോയിൻ്റ് ചെയ്തിട്ടാണ് കേട്ടോ. 2.5 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്കും 2.5 സെൻറ്റിമീറ്റർ റൈറ്റിലേക്കും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് വരച്ചിട്ടുള്ള മുകളിലുള്ള ലൈന് അത് 3 സെൻറ്റിമീറ്ററാണ് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. 2 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്കും 1 സെൻറ്റിമീറ്റർ റൈറ്റിലേക്കും ഇട്ടിട്ട്. ഇതൊന്നും തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റുകളല്ല, നമുക്കൊരു ഏകദേശ ഔട്ട്ലൈൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റുകൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ ഈ മെഷർമെൻറ്റുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ടെൻഷനൊക്കെ ഉണ്ടാകും. പക്ഷെ അത് ചെയ്ത് നോക്കുമ്പോൾ ഈസിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടുള്ള ഈ ഔട്ട്ലൈൻസൊക്കെ ഒന്ന് മായ്ച്ച് കളയുക കേട്ടോ. ഫസ്റ്റേ നമ്മൾ ഈ വരക്കുമ്പോഴേ ലൈറ്റായിട്ട് വേണം ഈ ഒരു ലൈൻസൊക്കെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മൾ അത് മായ്ക്കുമ്പോൾ അവിടെ നമ്മുടെ പെൻസിലിൻ്റെ അടയാളങ്ങളൊന്നും മാർക്സൊന്നും ഇല്ലാതെ ഇരിക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ് സൺഡേ, സാറ്റർഡേ, ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ എന്നീ 4 ദിവസങ്ങളിലാണ്. അതും ഈവനിങ് 5 മണിക്ക് കേട്ടോ. ഇന്ത്യൻ ടൈം 5 മണിക്കാണ് നമ്മൾ സാധാരണ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത്. പക്ഷേ ചിലപ്പോൾ അതിന് വിപരീതമായിട്ട് തന്നെ നമ്മൾ ചില ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിക്ക് വേറെ ഏതെങ്കിലും ദിവസമൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് വൈകുന്നേരം 5 മണിക്കൊന്ന് നമ്മുടെ ചാനലിലൊന്ന് നോക്കുക കേട്ടോ. അതായത് ഡ്രോയിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് മാത്രമാണ് കേട്ടോ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വീഡിയോസ് ഇടയ്ക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് പബ്ലിക്കാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ 4 ദിവസം മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് മറക്കണ്ട കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ, അതായത് നിങ്ങളുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഈസി ആയിട്ട് ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കാൻ പഠിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് HB പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം മാത്രമാണ് അത് കറക്റ്റാണ് എന്ന് തോന്നിയെങ്കിൽ മാത്രമാണ് നമ്മൾ ഡാർക്ക് പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ബ്ലാക്ക് പെയിനൊക്കെ യൂസ് ചെയ്തിട്ട് വരക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു ഔട്ട്ലൈന് ക്ലിയറായി എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. എന്തായാലും നിങ്ങളിനി ആ ഒരു ഷേപ്പുകളൊന്നും മറക്കാൻ ചാൻസ് ഇല്ല. ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്നുണ്ടെങ്കിലും 2-3 പ്രാവശ്യം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്കിത് സക്സസ് ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കൂ. അപ്പോഴല്ലേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് പുതിയ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന, യൂസ്ഫുൾ ആവുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മളെല്ലാവരും ഓരോ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങളെ യൂസ്ഫുൾ ആയിട്ടുള്ള റിക്വസ്റ്റഡ് വീഡിയോ ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതുമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.